അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് സ്വലാത്തിൻ്റെ 2 ഫലങ്ങളാണ്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്തിൻ്റെ 2 മഹത്വങ്ങളാണ്. ശരിക്കും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വലാത്തിൻ്റെ ഓരോരോ ഫലങ്ങൾ, ഓരോരോ മഹത്വങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ ശരിക്കും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ അതിന് ഇൻസ്പയർ ആയിട്ടുള്ള, അതിന് മോട്ടീവായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് സെറ്റാവില്ലേ? കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. ഞാൻ 1000 സാധാരണ ചൊല്ലാറ്. അത് കൂടുതൽ വർദ്ധിപ്പിച്ച് ഇൻക്രീസ് ചെയ്ത് 2000 ആക്കണം, അതിലേറെ ആക്കണം, 3000 ആക്കണം, 10,000, 20,000, 30,000 ഒക്കെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ ശരിക്കും നമ്മുടെ ഈ ഒരു ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നൊന്നുമല്ല, അതിനപ്പുറം ചൊല്ലുന്ന ആൾക്കാരുണ്ട്. കാരണം അത്രക്കും അവർ അതിൽ അലിഞ്ഞു പോയി. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ അവർ അത്രക്കും കൂടി ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെയും അങ്ങനെ ആക്കി തരട്ടെ, ആമീൻ. മഹാനായ അബീ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. അവർ പറയാണ്, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വളരെയധികം സന്തോഷത്തിൽ, മുഖം വല്ലാണ്ട് സന്തോഷപൂരിതമായിട്ട് ഇങ്ങനെ കാണപ്പെടുകയാണ്. ആ സമയത്ത് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, നിശ്ചയമായിട്ടും അള്ളാഹു തആല പറയുന്നുണ്ട്, ഹബീബെ, ഓ മുഹമ്മദ്, നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ഏതൊരാൾ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ സ്വലാം ചൊല്ലിയാൽ അവനിക്ക് ഞാൻ 10 അനുഗ്രഹം ചെയ്യും. അതുപോലെ തന്നെ 10 സമാധാനം അവനക്ക് ഞാൻ കൊടുക്കും. അത് ഇങ്ങക്ക് സമ്മതമല്ലേ ഹബീബെ? അത് ഇങ്ങക്ക് തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമല്ലേ ഹബീബെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ അങ്ങയോട് ചോദിക്കുന്നുണ്ട് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ 10 കൂലി 10 സമാധാനം എന്ന് പറഞ്ഞാൽ ഈ 10ൽ ഒരു കൂലി എത്ര എന്നുള്ളത് നമുക്കറിയില്ല. 10 സമാധാനം എന്ന് പറഞ്ഞു, അതിൽ ഒരു സമാധാനം എങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. മേ ബി നമ്മൾ കോടാനുകോടി കടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കടങ്ങൾ വീട്ടാൻ ആ രീതിയിലുള്ളൊരു സൊല്യൂഷൻ പടച്ച റബ്ബ് തന്ന് ആ ഒരു രീതിയിലായിരിക്കും പടച്ച ചിലപ്പോൾ ഇതിന് സമാധാനം തരിക. ആ ഒരു സമാധാനത്തിനൊക്കെ ഒരു വില എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. എന്താണെങ്കിലും അള്ളാഹ് കബൂലാക്കട്ടെ. അതുപോലെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, ഏതെങ്കിലും ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് പ്രതിഫലമായിട്ട് ഒരു ഖീറാത്ത്, ഒരു പ്രത്യേക അളവാണത്, അത് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ഒരു ഖീറാത്ത് കൂലി പടച്ച റബ്ബ് രേഖപ്പെടുത്തുന്നതാണെന്ന്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഹുദ് മലക്ക് തുല്യാത്തരം ഒരു ഖീറാത്ത് എന്ന ആ ഒരു കൂലി. ഉഹുദ് മല തന്നെ എത്രത്തോളം വലുതാണ്, അത്രത്തോളം കൂലിയാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പടച്ച റബ്ബ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകട്ടെ, ആമീൻ. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.